രക്തസാക്ഷി സ്മരണകൾ ജ്വലിച്ചു നിന്ന അന്തരീക്ഷത്തിൽ ഡിവൈഎഫ്ഐ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ പതാക ഉയർന്നു. ജില്ലയിലെ രക്തസാക്ഷികളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണങ്ങളും പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ബുധനാഴ്ച വൈകിട്ട് ശക്തനഗറിൽ സംഗമിച്ച് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ സ്വരാജ് റൗണ്ട് ചുറ്റി സമ്മേളന വേദിയിലെത്തി ചേർന്ന ശേഷമായിരുന്നു സമ്മേളനത്തിന്റെ കൊടിയേറ്റം. വ്യാഴാഴ്ച രാവിലെ നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ പതാകയും, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് കൊടിമരവും, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ആർ ബിന്ദു ദീപശിഖയും ഏറ്റുവാങ്ങി. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിൽ സംഘടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA ദീപശിഖ തെളിയിച്ചു. വ്യാഴാഴ്ച രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പുഷ്പചക്രം സമർപ്പിക്കുകയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് സമ്മേളന നഗരിയായ തൃശൂർ റീജിയണൽ തിയേറ്ററിലെ പുഷ്പൻ നഗറിൽ പതാക ഉയർത്തി. BK ഹരിനാരായണൻ രചിച്ച് ബിജിബാൽ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനാവതരണത്തോടെ തുടക്കമായ പ്രതിനിധി സമ്മേളനം നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. When the youth were in Delhi, for the first time in 1.5 decades, we saw him leaving the parliament building from the back door. Because of the youth, he has started making reels. Because of the youth, he is using Red Fort for naming ceremonies and calling us Dimagi Naxals. The truth is, at last, he has accepted that we all have brains. He has accepted that he is afraid of brains, afraid of people questioning, afraid of people protesting. ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ലെന്നും രാജ്യത്തെ യുവതലമുറ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ജന്തർ മന്ദറിൽ അത് താൻ നേരിട്ട് കണ്ടതാണ്. യുവാക്കളുടെ ചെറുത്തുനിൽപ്പാണ് പലരെയും റീൽസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ രാജ്യത്തെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ യുവാക്കൾ ഈ വേട്ടക്കാരെ പേടിക്കുന്നില്ല. രാജ്യത്ത് നിരവധി സമരങ്ങൾ നടന്നു. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വേറിട്ടു നിന്നു. അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ജന്തർ മന്ദറിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയപ്പോൾ പാർലമെന്റ് നടുങ്ങി. അവർ ശാന്തമായി സമരം ചെയ്തു. എന്നാൽ ഭരണകൂടം അവരെ ആക്രമിച്ചു. ഇപ്പോൾ ഉറപ്പാണ്, ഫാസിസത്തിന്റെ അന്ത്യം വിദൂരമല്ല. അവരുടെ കയ്യിൽ തോക്കുണ്ടാകാം, പക്ഷേ ഇന്നത്തെ ആയുധം സോഷ്യൽ മീഡിയയാണ്. അത് ഇവിടുത്തെ യുവാക്കളുടെ കയ്യിലുണ്ട്. വിദ്യാർത്ഥികൾക്കു മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. ഈ പോരാട്ടം അവസാനിക്കില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. യുവധാര യുവസാഹിത്യ പുരസ്കാര ജേതാക്കൾക്ക് ഉദ്ഘാടന വേദിയിൽ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രവർത്തന റിപ്പോർട്ടും അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാഗ്നരാജ് ഭട്ടാചാര്യ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആദ്യ ദിവസം രാത്രി 9:30 വരെ റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച നടത്തും. ചർച്ച വെള്ളിയാഴ്ചയും തുടരും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട സംസാരിക്കും. യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സുവനീർ പ്രകാശനം ചടങ്ങിൽ നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണവും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടക്കും. പകൽ 2:30-ന് യൂത്ത് ബ്രിഗേഡ് മാർച്ചും പൊതുസമ്മേളനവും അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം, സെക്രട്ടറി ഹിമാഗ്നരാജ് ഭട്ടാചാര്യ, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ശിങ്കാരവേലൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 14 ജില്ലയിൽ നിന്ന് 600 പ്രതിനിധികളും 20 സൗഹാർദ്ദ പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.